ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. അക്കാലത്ത് ഇസ്രായേൽ രാജാവിലായിരുന്നു. ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടിപാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി വരുന്നിരുന്നില്ല. അങ്ങനെയിരിക്കെ ദേശം ഉറ്റുനോക്കി പരിശോധിക്കേണ്ടതിന് ദാന്യർ തങ്ങളുടെ ഗോത്രങ്ങളിൽ നിന്ന് കൂട്ടത്തിൽ പരാക്രമശാലികളായ 5 പേരെ സോരയിൽ നിന്നും എസ്തായോലിൽ നിന്നും അയച്ചു. അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ശോധന ചെയ്യുവിനെന്ന് പറഞ്ഞു. അവർ എഫ്രയീം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി രാത്രി അവിടെ പാർത്തു. മീഖാവിൻ്റെ വീട്ടിനരികെ എത്തിയപ്പോൾ അവർ ആ ലേവ്യ യുവാവിൻ്റെ ശബ്ദം കേട്ടറിഞ്ഞു. അവിടെ കയറി ചെന്ന് അവനോട്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആർ? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിനക്കിവിടെ എന്തു കിട്ടും എന്ന് ചോദിച്ചു. അവൻ അവരോട്, മീഖാവ് എനിക്ക് ഇന്നത് ചെയ്തിരിക്കുന്നു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തി. ഞാൻ അവൻ്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്നറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞു. പുരോഹിതൻ അവരോട്, സമാധാനത്തോടെ പോകുവിൻ, നിങ്ങൾ പോകുന്ന യാത്ര യഹോവയ്ക്ക് സമ്മതം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ 5 പുരുഷന്മാരും പുറപ്പെട്ട് ലയീശിലേക്ക് ചെന്നു. അവിടുത്തെ ജനം സീദോന്യരെ പോലെ സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്ത് ആരുമില്ല. അവർ സീദോന്യർക്ക് അകലെ പാർക്കുന്നു. മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവുമില്ല എന്ന് കണ്ടു. പിന്നെ അവർ സോരയിലും എസ്തായോലിലും തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്ന് സഹോദരന്മാർ അവരോട്, നിങ്ങൾ എന്ത് വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു. അതിനവർ, എഴുന്നേൽപ്പിൻ, നാം അവരുടെ നേരെ ചെല്ലുക. ആ ദേശം ബഹുവിശേഷം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത്? ആ ദേശം കൈവശമാക്കേണ്ടതിന് പോകുവാൻ മടിക്കരുത്. നിങ്ങൾ ചെല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ഒരു ജനത്തെ കാണും. ദേശം വിശാലമാകുന്നു. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെ എന്ന് പറഞ്ഞു. അനന്തരം സോരയിലും എസ്തയോലിലും ഉള്ള ദാൻ ഗോത്രക്കാരിൽ 600 പേർ യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ ചെന്ന് യഹൂദയിലെ കിര്യത്ത് യെയാരീമിൽ പാളയമിറങ്ങി. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇന്നുവരെയും മഹനേദാൻ എന്നു പേർ പറയുന്നു. അത് കിര്യത്ത് യായീരിമിൻ്റെ പിൻവശത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് അവർ എഫ്രയീം മലനാട്ടിലേക്ക് ചെന്ന് മീഖാവിൻ്റെ വീട്ടിനരികെ എത്തി. അപ്പോൾ ലയീഷ് ദേശം ഉറ്റുനോക്കുവാൻ പോയിരുന്ന ആ 5 പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട്, ഈ വീടുകളിൽ ഒരു ഏഫോദും ഒരു ഗ്രഹബിംബവും കൊത്തുപണിയും വാർപ്പ് പണിയുമായ ഒരു വിഗ്രഹവും ഉണ്ട് എന്ന് അറിഞ്ഞുവോ? ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചുകൊള്ളുവേൻ. അവർ അങ്ങോട്ട് തിരിഞ്ഞ് മീഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന ലേവി യുവാവിൻ്റെ വീട്ടിൽ ചെന്ന് അവനോട് കുശലം ചോദിച്ചു. യുദ്ധസന്നദ്ധരായ ദാന്യൻ 600 പേരും വാതിൽക്കൽ നിന്നു. ദേശം ഒറ്റുനോക്കുവാൻ പോയിരുന്നവർ 5 പേരും അകത്തു കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തു. പുരോഹിതൻ യുദ്ധസന്നദ്ധരായ 600 പേരുടെ അടുക്കൽ നിന്നിരുന്നു. ഇവർ മീഖാവിൻ്റെ വീട്ടിനകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട്, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട്, മിണ്ടരുത്, നിന്റെ വായ് പൊത്തി ഞങ്ങളോടുകൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക. ഒരുവൻ്റെ വീട്ടിന് മാത്രം പുരോഹിതനായിരിക്കുന്നുവോ? ഇസ്രയേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏത് നിനക്ക് നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ പുരോഹിതന് മനം തെളിഞ്ഞു. അവൻ ഏഫോദും ഗ്രഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്ത് പടജനത്തിന് നടുവിൽ നടന്നു. ഇങ്ങനെ അവർ പുറപ്പെട്ട് കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു. അവർ മീഖാവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരത്തായപ്പോൾ മീഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ചുകൂടി ദാന്യരെ പിന്തുടർന്നു. അവർ ദാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മീഖാവിനോട്, നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടു കൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ദേവന്മാരെയും എൻ്റെ പുരോഹിതനെയും നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇനി എനിക്കെന്തുള്ളൂ? നിനക്കെന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെ എന്നവൻ പറഞ്ഞു. ദാന്യർ അവനോട്, നിന്റെ ഒച്ച ഇവിടെ കേൾക്കരുത്, അല്ലെങ്കിൽ ദേശക്കാർ നിങ്ങളോട് കയർത്തിട്ട് നിന്റെ ജീവനും നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ദാന്യർ തങ്ങളുടെ വഴിക്ക് പോയി. അവർ തന്നിലും ബലവാന്മാർ എന്ന് മീഖാവ് കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. മീഖാവ് തീർപ്പിച്ചവനെയും അവനുണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി.
ലയീഷിൽ സ്വൈര്യവും നിർഭയമായിരുന്ന ജനത്തിൻ്റെ അടുക്കലെത്തി അവരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി പട്ടണം തീ വെച്ച് ചുട്ടുകളഞ്ഞു. അത് സീദോന് അകലെയായിരുന്നു. മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ലായകയാൽ അവരെ വിടുവിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അത് ബേത് രഹോബ് താഴ്വരയിലായിരുന്നു. അവർ പട്ടണം വീണ്ടും പണിത് അവിടെ കുടിപാർക്കുകയും ഇസ്രായേലിന് ജനിച്ചു തങ്ങളുടെ പിതാവായ ദാന്റെ പേരിൽ പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു. പണ്ട് ആ പട്ടണത്തിന് ലയീഷ് എന്ന് പേരായിരുന്നു. ദാന്യർ കൊത്തുപണിയായ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗെർഷോമിൻ്റെ മകൻ യോനാഥാനും അവൻ്റെ പുത്രന്മാരും ആ ദേശത്തിൻ്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതനായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ശീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു വന്നു. സഭാപ്രസംഗി 9-ാം അധ്യായം. ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സുവെച്ചു. സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനുഷ്യനറിയുന്നില്ല. സർവവും അവരുടെ മുമ്പിൽ ഇരിക്കുന്നതാനും എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണയിടുന്നവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളതിന് സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിൻ്റെ ശേഷമോ അവർ മനുഷ്യരുടെ അടുക്കലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ് നല്ലതല്ലോ. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു. മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല. അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല. നീ ചെന്ന് സന്തോഷത്തോടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമൊക്കെയും സുഖിച്ചുകൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യൻ്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചൊല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കണിയിൽ അകപ്പെടുന്ന പക്ഷികളെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു. അതെനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിന് നേരെ വന്നു അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ. എങ്കിലും സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവൻ്റെ വാക്ക് ആരും കൂട്ടാക്കിയതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. മൂഢന്മാരെ ഭരിക്കുന്നവൻ്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്. യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. സഭാപ്രസംഗി 10-ാം അധ്യായം. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. അല്പബോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത്തുഭാഗത്തും മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടത്തുഭാഗത്തും ഇരിക്കുന്നു. ഭോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു. താൻ ഭോഷനെന്ന് എല്ലാവർക്കും വെളിവാകും. അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നു എങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറരുത്. ശാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിപ്പാൻ കാരണമാകും. അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴെ ഒരു തിന്മ കണ്ടു.
മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിൽ എത്തുകയും ധനവാന്മാർ താണ നിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പു കടിക്കും, കല്ല് വെട്ടുന്നവനെ അതുകൊണ്ട് ദണ്ണം തട്ടും, വിറക് കീറുന്നവന് അതിനാൽ ആപത്ത് വരും. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായുത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു. മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. അവൻ്റെ വായിലെ വാക്കുകളുടെ ആരംഭം ഭോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു, സംഭവിപ്പാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. അവൻ്റെ ശേഷം ഉണ്ടാകുവാനുള്ളത് ആർ അവനെ അറിയിക്കും. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും ഉള്ള ദേശമേ നിനക്കയ്യോ കഷ്ടം. കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനുമല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം. മടിവുകൊണ്ട് മേൽപ്പുര വീണു പോകുന്നു, കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു. സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു, വീഞ്ഞു ജീവനെ ആനന്ദിപ്പിക്കുന്നു, ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു. നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിന്റെ ശയനഗ്രഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. 2 കൊരിന്ത്യർ 12 പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളേക്കാൾ നിങ്ങൾക്ക് ഏതൊന്നിൽ കുറവ് വന്നു. ഈ അന്യായം ക്ഷമിച്ചുകൊള്ളുവിൻ. ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല. നിങ്ങൾക്കുള്ളതിനെയല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ ചരിതിക്കേണ്ടത്. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോകുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ? ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായിയാകയാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ചു, ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ?
ഞങ്ങൾ നടന്നത് അതേ ആത്മാവിൽ അല്ലയോ? അതേ കാൽ ചുവടുകളിലല്ലയോ? ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിവാദിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിൻ മുമ്പാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീക വർധനയ്ക്കായിട്ടത്രേ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും, പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും, ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.